മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ ഡൽഹൌസിയിൽ നിന്ന് തിരിച്ച് അമ്പാലയ്ക്ക് പുറപ്പെടുകയാണ്. നമുക്ക് ഡൽഹൌസിൽ നിന്ന് അമ്പാലയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ കാണാം. ഇപ്പം നമ്മളെ റൂമൊന്നും താഴത്തുള്ള ഉപയോഗമൊന്നും കാണുന്നില്ല, മഞ്ഞാണ്. ഹനി ഓൾറെഡി റെഡിയായി വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറയും. എന്തെന്നുള്ള രാവിലത്തെ വ്യൂ ആണ്. പൊല്യൂഷൻ കുറവായതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ സ്കൈയും ഇതൊക്കെയാണ്. അതാ ഹനി 2 തക്കുട് മുണ്ടൻ മങ്കീസ് ഇതാ ഇവിടെയുണ്ട്. ഓഹോ, എല്ലായിടത്തും ഉണ്ടോ? ഒയ്യടാ, എല്ലാം കൂടി രാവിലെ തന്നെ ഓടിക്കളിക്കുകയാണ്. ഓക്കെ, റെസ്റ്റോറൻറ്റ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് എന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടത്. എന്താ ഹനി? ലങ്കൂർ. കാർ പാർക്കിങ് വന്നപ്പോൾ ദേ ഒരു ലങ്കൂർ ഇരിക്കുന്നു. ഇവിടെ ഇതുണ്ട് തോന്നുന്നു കുറച്ച്. നല്ല ദേവദാരു വൃക്ഷം. അതിൻ്റെ കായുണ്ട് അതിൻ്റെ മുകളിൽ. ആ മരത്തിന് ആയടാ, അല്ലെങ്കിൽ മരത്തിന് എന്തോ പെറുക്കി തിന്നുന്നു, പറിച്ച് തിന്നുന്നു. അപ്പം ഈ ഗ്രേ ലങ്കൂറാണ്. എന്തായിരിക്കുന്നു? വലുത്. അതിൻ്റെ ചെറുതൊക്കെ താഴെയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഹിമാചൽ ട്രിപ്പിന് ഒരു താൽക്കാലികമായ പോസ് കൊടുത്തിട്ട് തിരിച്ച് അമ്പാലയ്ക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് അമ്പാലയ്ക്ക് 368 കിലോമീറ്ററാണുള്ളത്. ഞങ്ങൾ ഏകദേശം 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഡൽഹൌസിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ രാത്രി കണ്ട ഗാന്ധി ചൗക്കാണിത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഗാന്ധി ചൗക്കുന്ന ഒരു 5 മിനിറ്റ്സ് വാക്കബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച ഗാനമേള നടന്ന വിൻ്റർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഗാനമേള നടന്ന സ്റ്റേജാണത്. ഞങ്ങൾ ഗാന്ധി ചൗക്കൊക്കെ കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്ത് താഴേക്കിറങ്ങുകയാണ്. വരുമ്പോൾ നമ്മൾ മുകളിലോട്ട് കയറിയല്ലേ വന്നത്. ഇപ്പം നമ്മളതേ മല ഇറങ്ങുകയാണേ. ഇപ്പോൾ നല്ല ഒരു സൺറൈസൊക്കെ കിട്ടി ഞങ്ങൾക്ക്. മലയൊക്കെ ഇങ്ങനെ ഗോൾഡൻ നിറത്തിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഹിമാചൽ, പഞ്ചാബ് വഴി ഹരിയാനയിലേക്കാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡൽഹൌസിൽ നിറയെ ചേർച്ച് ഉണ്ടെന്ന്. ഇപ്പോൾ ഈ ചേർച്ചിൽ ആക്ച്വലി ഒരു മലയാളി പ്രീസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി ഒരു ദിവസം കൂടി മാത്രമേ ഞങ്ങൾക്ക് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ലീവിൽ. അപ്പോൾ അത് കാരണം ഇനി ഒരു ദിവസം കൂടി ഡൽഹൌസി എക്സ്പ്ലോർ ചെയ്യാനുള്ള സാവകാശം ഉണ്ടായില്ല. പിന്നെ ഒരു പ്രാവശ്യം വരാമെന്നും വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പോൾ സൈഡിലൊരു കുഞ്ഞു പാർക്കൊക്കെ ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഡൽഹൌസിൽ നിന്ന് നേരെ പത്താൻകോട്ട് പോയി പത്താൻകോട്ടിൽ നിന്ന് അമ്പാല പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പുറപ്പെട്ട സമയം വെച്ചിട്ട് ഏകദേശം 3:15 ആകുമ്പോൾ അമ്പാല എത്തുമെന്നാണ് പറയുന്നത്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ഡൽഹൌസി കൻറ്റോൺമെൻറ്റ് എന്നാണ് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പോകുന്ന വഴിക്ക് പത്താൻകോട്ടിൽ മിനി ഗോവ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർ ബോഡിയും അതിൻ്റെ ചുറ്റും കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് എന്ന് ഞങ്ങൾ ഇവിടുന്ന് ഹയർ ചെയ്ത ടാക്സി ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഡൽഹൌസിൽ നിന്ന് തന്നെ ഡീസൽ ഫുൾ ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിമാചലിൽ പഞ്ചാബിനെയും ഹരിയാനേനെയും അപേക്ഷിച്ച് പെട്രോളിനും ഡീസലിനൊക്കെ വില കുറവാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോയ ദിവസത്തെ ഡീസൽ റേറ്റ് 87 രൂപ 1 പൈസയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കട കണ്ടുപിടിക്കണം. അപ്പോൾ ഹനി ഓൾറെഡി വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ബളം വെച്ച് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും കടയുണ്ടെങ്കിൽ കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കട കിട്ടിയില്ലെങ്കിൽ പിന്നെ ബദ്ധാവൂല്ലേ. ഇന്ന് നമ്മളൊരു കുഞ്ഞു നല്ല ഭംഗിയുള്ള കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ. നീ ക്യാപ്പ് വേണോ നിനക്ക്? ഇല്ല തീ കാഞ്ഞോതാ. നീ നല്ല തക്കുടും കൊണ്ട് സ്വിറ്റ്സർലൻഡിലത്തെ ജാക്കറ്റൊക്കെ ഇട്ട ഹന്നാല് പൊറോട്ട സബ്ജി ദഹി നമ്മ വാങ്ങിച്ചു. ചൂടുണ്ടാ? ഇവിടെ നോക്ക് പെഹൽഗാമൊക്കെ പോലെ ഉണ്ട്. ഒരു കുഞ്ഞു കട.
നെല്ലിയൊരു പൂപ്പൻ, ഒരു പാവമ്മൂമ്മ. അത് ശരിയാ. പക്ഷെ എന്നാലും ഇവിടെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഇപ്പൊ സമയം എത്രയായി? 9:34. നല്ല ഫുഡായിരുന്നു, കുഞ്ഞു കടയായിരുന്നു, നല്ല ചായ. അതെ, ഹിമാചലില് വന്നിട്ട് കുടിച്ച ആദ്യത്തെ നല്ല ചായ. മാഗിയും നല്ല മാഗി. അവിടുന്ന് ഡെലോസിൽ നിന്ന് കഴിച്ചതിനേക്കാളും നല്ല മാഗി ആയിരുന്നു. ഡെലോസിലത്തെ മാഗിയും കൂടുതലായിരുന്നു. കൊള്ളാം. നല്ല ഒരു പാവം അപ്പൂപ്പനോ അമ്മയല്ലേ. ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് തുനുഹട്ടി എൻ്റെ പേര്. പോലീസുകാരന് പരിചയമുള്ള ആരും വന്ന് നല്ല സ്നേഹത്തിൽ ചിരിക്കുന്നുണ്ട്. പോലീസല്ല, ഫോറസ്റ്റ് ഓഫീസർ. തുനുഹട്ടി സ്ഥലം. ആൾട്ടോയാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇവര് കണ്ട നല്ല ക്ലീൻ സിറ്റിയാണ്. എല്ലായിടത്തും പബ്ലിക് ടോയ്ലറ്റ്സും ഒക്കെ എന്ത് വൃത്തിയാണ് അല്ലേ. നമ്മ ഭക്ഷണം കഴിച്ചാൽ കുഞ്ഞു കടേൻ്റെ അടുത്ത് വരെ അവര് ടോയ്ലറ്റ്സ് വെച്ചിട്ടുണ്ട്. ആപ്കി യാത്ര മംഗൾമയ ഹോ, വിഷ് യു ഹാവ് വെരി ഹാപ്പി ജേർണി. കൈൻഡ്ലി വിസിറ്റ് അഗൈൻ. ധന്യവാദ്. പത്താൻകോട്ട് അമൃത്സർ. അപ്പം എനിക്ക് വന്ന് പത്താൻകോട്ട് 49 കിലോമീറ്റേഴ്സ്. ഇതാണ് നമ്മ ഇതുവഴി വന്നു, ധർമ്മശാലയിൽ നിന്ന് പുറകിൽ നിന്ന് വന്നു. ഇപ്പം ഇനി പത്താൻകോട്ടേക്ക് പോകുന്നു. കണ്ട, അപ്പം അവിടെ ഹിമാചൽ കഴിഞ്ഞു. ഇവിടെ പഞ്ചാബ് തുടങ്ങിയിട്ടായിരിക്കും. മനസ്സിലായാ? മങ്കീസ്. ഇതാ അച്ചാർ കട, ഫുൾ അച്ചാറാണ് കേട്ടോ. ടൈപ്പ് അച്ചാർ. ഇവരെ മറ്റേ ജഡി ബൂട്ടിയെല്ലാം വെച്ചിട്ട് നമ്മണ്ട് അശിമാരെന്ന് കിട്ടുന്ന പോലത്തെ കടുകണ്ണയാ തോന്നുന്നു. ഇന്നലെ ടിബറ്റൻ മാർക്കറ്റിലുണ്ടായത്. മെയ്ഡ് വിത്ത് റിച്ച്നെസ് ഓഫ് എന്താണ് സർസൂം കാ ഓയിൽ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കടുകണ്ണയാണ്. പക്ഷേ ചിക്കൻ നല്ല ടേസ്റ്റ് ആണ്. അയ്യോ, എനിക്ക് നീ അന്ന് മെസ്സൊന്നും ഉണ്ടെന്ന് ഒട്ടും ഇഷ്ടമില്ല. നീ മെസ്സെന്ന് പ്രാവശ്യം കൊള്ളാന്ന് പറഞ്ഞിട്ട് നീ ഷാപ്പിംഗ് വാങ്ങി. പക്ഷെ ചുവ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ്. ചമ്പാര മട്ട ഉണ്ടാക്കി പഞ്ചാബായി ഹൽവ അല്ലേ ഇത്? മറ്റേ ആമും കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ എന്തെങ്കിലും ഒന്ന് വാങ്ങായിരുന്നു നിർത്തിയിട്ട്. ഇതെല്ലാം ആമിൻ്റെ ആണെടാ. നമ്മ മാങ്ങേൻ്റെ ഒരു സാധനം ആന്ധ്രയിലൊക്കെ ട്രെയിനിൽ കിട്ടൂലേ. ഇവിടെ ഹിമാചലിൽ മാങ്ങിയില്ലേ? കൂട്ടുള്ളൂ. എന്നാ ഇതെന്താന്നൊന്ന് നിർത്തിയിട്ട് ചോദിച്ചിട്ട് തന്നെ കാര്യം ചോദിക്കട്ടാ. भैया ये क्या है येलो वाला? आम पापड़. ഞാൻ പറഞ്ഞത് വാങ്ങിയാന്ന്. ഹിമാചലിൽ മാങ്ങിയില്ല എന്ന് ആരാ പറഞ്ഞത്? ഇന്ത്യയില് ഞാൻ വരുന്ന അതെ അല്ല, ഞാൻ വരുന്ന വഴിക്ക് നിങ്ങക്ക് മാമിന്റെ തോട്ടം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഫ്രൂട്ട് മാങ്ങയാണ്. അത് ഹിമാചലിലും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ യു പി പിന്നെ മഹാരാഷ്ട്ര. അത് അണ്ടർസ്റ്റുഡ്. പക്ഷെ ഇവിടെ ഞാൻ തോട്ടം കണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഞാൻ നിന്റെ തോട്ടം കാണിച്ചു തന്നേ. ആം പപ്പാടാണ്. പത്താൻകോട്ട് 46 കിലോമീറ്റർ, ചക്കി 33, നൂർപൂർ 22. കർത്താർ ഫാം. അത് എന്തിന്റെ ഫാം ആയിരിക്കും? കർത്താർ ഫാം. അയ്യോടെ ഒരു പാവം പശു, നമുക്ക് ശോഷിച്ചൊരു പശു തിന്നാൻ കിട്ടില്ലോ. ഇത് നമ്മ വന്ന വഴിയല്ല, നമ്മ പത്താൻകോട്ടേക്ക് ആയി തോന്നുന്നു. ആം പപ്പട കടയൊന്നും നമ്മ കണ്ടിച്ച. ഞാൻ മറ്റേത് ആം പപ്പട. ഞാൻ നല്ല നീലാകാശം. പൊല്യൂഷൻ ഇല്ലാത്തോണ്ടാണ് ഇവിടെയൊക്കെ ഇത്രയും ഭംഗിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഡൽഹിയിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ ആൾക്കാർ വെക്കേഷൻ ഹിമാചലിലേക്ക് വരുന്നു. കുറച്ച് നാളെങ്കിൽ കുറച്ച് നാള്, കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം നല്ല വിശ്വസിക്കാം. ഡൽഹി, ഹരിയാന, പഞ്ചാബ് ആൾക്കാരൊക്കെ ഹിമാചലിലേക്ക് എസ്കേപ്പ് ആവുന്നതാണ്. ഹിമാചൽ, ഉത്തരാഖണ്ഡൊക്കെ കണ്ട എക്സാക്ട് മുമ്പോട്ട് 40 കിലോമീറ്റർ, പുറകോട്ട് പത്താൻകോട്ട് 40 കിലോമീറ്റർ പുറകോട്ട് ഡൽഹൌസി.
ഇത് സെൻറ്റർ പോയിന്റ് ആണ് പത്താൻകോട്ടിൻ്റെയും ഡൽഹൌസിൻ്റെയും. ഇത് സ്ഥലം കുയി ദുനേര ആണ് ഇത് സ്ഥലം. അറിയില്ല, എന്തായാലും മാവുണ്ട്. നല്ല അമ്പലം. ദേവിയത് ആ ബോട്ടിങ്ങിന്റെ ഒക്കെ ആഡ് വരുന്നുണ്ട്. എൻജോയ് ബോട്ടിങ് ഇൻ ദുനേര. അതന്നെയായിരിക്കും മിനി ഗോവ. മിനി ഗോവ നമുക്ക് ഗോവന്റെ മിനിയേച്ചർ വേർഷൻ ആണെന്ന് തോന്നുന്നു. ഹനി വെച്ച് മിനി ഗോവ പറഞ്ഞപ്പോ അമ്മ ബീച്ച് ഉണ്ടാവുമെന്ന്. ബീച്ച് ലേക്ക് ആയിരിക്കും. നോക്കാം. റോഡിന് മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി പോകുന്ന ഒരു ഓറഞ്ച് ട്രീ കണ്ടിട്ടത് കാണാൻ സമ്മതിക്കുമോയെന്ന് ചോദിക്കാം ഇവിടെ ഉള്ളവരോട്. ഉധड़ा पास जाके देख सकते हैं? थैंक यू. അവരോട് ചോദിച്ചപ്പോൾ ഒരു പൊക്കളം പറഞ്ഞു. മോന്തു ഹനി കാറിൽ തന്നെ ഇരിക്കട്ടോ ചെയ്തത്. ഞാൻ മാത്രം ഇത് ഓറഞ്ച് മരം കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഓടി വന്നതാണ്. അപ്പം ആ സ്ഥലത്തിൻ്റെ ഓണർ വരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിനോട് നോക്കിക്കോട്ടെ ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. ഓറഞ്ച് है ना ये? ऑरेंज नहीं है, ऑरेंज की तरह लेकिन ये खट्टा होता है. ओके ओके हाँ हाँ हाँ. अगर फ्रूट भी लेना तो ले सकते हो. सिर्फ एक दे सकते हैं? हाँ एक नहीं, जितने मर्जी ले लो. कितना है? वैसे दे देना हमने वैसे इसको. ठीक है फिर सिर्फ एक टेस्ट करने के लिए दे दो भैया. ഇത് ആക്ച്വലി ഓറഞ്ച് അല്ല, ഓറഞ്ചിനേക്കാളും പുളി കൂടുതലുള്ള ഒരു സിട്രസ് ഫ്രൂട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേണമെങ്കിൽ പറിച്ചോളാൻ. അപ്പോൾ ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ തരൂ, എത്ര പൈസ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം എത്ര വേണമെങ്കിലും പറിച്ചോളാനാണ് പറയും. താങ്ക് യു ഭയ്യ. ഓറഞ്ച് അല്ല എന്ന്, ഓറഞ്ച് പോലെ പുളിയുള്ള എന്തോ ഫ്രൂട്ടാന്ന്, കിനു അല്ല. അത് താഴെ ഒരെണ്ണം വീണെടുക്കുന്നത്. അത് വേണമെങ്കിൽ ഒരെണ്ണം തരാ പറഞ്ഞു ടേസ്റ്റ് ചെയ്യാൻ. अचार बनते हैं इसका काट के इसका खट्टा निकाल देना, निचोड़ देना इसको. ओके ओके. उसके बाद इसमें ना नमक वगैरह डाल के, ओके ओके, थोड़ा चीनी वगैरह डाल के हाँ हाँ, फिर वैसे बनता खाने वाला. ये क्या बोलते हैं इसका नाम? इसका नाम आपकी भाषा में क्या बोलता है? केम्ब बोलते हैं. केम्ब. ഓക്കെ ഓക്കെ. അതെനിക്ക് ഒരു ദിവസം രേണു ദീദി ഹിമാചലിൽ നിന്ന് ഉണ്ടാക്കി തന്നായിരുന്നു. സിർഫ് ഏക് ദേ ദോ ഭയ്യ. जितना मर्जी ले लो आप, जितना मर्जी ले लो, इसका कोई वो नहीं. എന്നാൽ രണ്ട് മൂന്ന് जंगलों में भी लगा रखा. നമ്മൾ പഞ്ചാബിൽ കയറി. പഞ്ചാബിലത്തെ ആദ്യത്തെ ഗ്രാമമാണ് കേമ്പ് എന്നാണ് ഇവരുടെ ഭാഷ ഇതിന് പറയുന്നത്. ഇവിടെ ഒരു ലെമൺ ഉണ്ട്, ലെമൺ ട്രീ കണ്ട ഹനി? അത് അതാ പറിക്കുക, എത്തൂല. അവർ പാവ മനുഷ്യൻ. അത് ഒറ്റോണം പറിച്ചോ, ആ കൈ പിടിച്ചോ. ഇത് ലെമണാന്ന്, ഇത് വേറെന്തോ നാരങ്ങ. ഇത് ആപ്പിളിൻ്റെ മരം അതും ദാശം പറിക്കുന്നുണ്ട്. അപ്പോൾ അവർ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും പറിച്ചോ പറഞ്ഞു. ഇത് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിച്ചാൽ നല്ലതായിരിക്കും. എനിക്ക് ഒരു രേണു ദീദി ഇത് പ്രാവശ്യം ഉണ്ടാക്കി തന്നായിരുന്നു. ആ മതി. नहीं बस भैया, बस बस थैंक यू. आपका तो यूज होता है नारंगी. അത് പച്ചയാണ് ഹനി. അത് ഒരെണ്ണം താഴെ വീണ് കിടപ്പുണ്ട്. कांटा लगेगा. ये एप्पल का पेड़ है ना भैया? कौन सा? ये एप्पल का नहीं है, ये नाशपाती. हाँ 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 ओके ओके. सबर ജില്ലീൻ്റെതാണ് ഹനി. ये अमरूद का है. हाँ हाँ वो पता है. रेड कलर है ना, നോക്കിയടാ പേരക്കിൻ്റെ ഇല. हाँ हाँ ये अमल वो भी सेम पेड़ है ना भैया? वो भी सेम है. हाँ हाँ ഇവിടെ നിറയെ पेड़ है. ये आपका घर है? आपको पॉलिथीन वगैरह नहीं ना बाहर से निकाल देते हो. नहीं नहीं बस भैया थैंक यू वेरी मच. पाव
ആ ഇവിടെ വീണൊക്കെ കിടക്കും താഴെയൊക്കെ കുറേ. हमारा तो सर क्या ये घर की फसल है। ഓക്കെ ഓക്കെ. അപ്പോൾ അവരെല്ലാം പറിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മളൊരു പരിചയമില്ല, ആദ്യമായിട്ട് കാണുന്ന. എന്നിട്ടും എന്തൊരു സ്നേഹം നോക്ക്. പക്ഷേ ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരെ തോന്നല്ലേ? ആ വാ പോവാം. ठीक है भैया। ठीक है भैया, थैंक यू वेरी मच. हर चीज ज्यादा मिल जाता है लेकिन ट्रांस वाली चीज कम मिलती है आर्मी के अंदर। जैसे अचार वगैरह हम ट्रांस के अंदर आते हैं ना, अचार मोल लेके खाते हैं। अच्छा ओके ओके. जैसे हमारे घर के अपने काफी है। हाँ 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 ठीक है भाई। ठीक है भैया, थैंक यू वेरी मच. Thank you. സെയിം മരമുണ്ട്. ഇതൊരു അച്ചാറും ഇടും എന്നാ പറയുന്നത്. കേബ് എന്നാ പറയുന്നത്. നമ്മളെ വടുകപ്പുളി നാരങ്ങ പോലെയാണെന്നോ അറിയില്ല. ഇവിടെ വലിയ ചെറുനാരങ്ങൻ്റെ മരമുണ്ട്. ഇവിടെയൊക്കെ ഇവർ കൃഷി സ്ഥലമാണ്. കണ്ടോ നടന്നു. ഇത് ഗോതമ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അവിടെ. നടന്നു. പശു അതാ പശു. തിരിച്ചു പോവാ. ഹാ സൂക്ഷിച്ചേ. आराम से चलना बेटा, आराम से। थैंक यू. ये पत्थर पे ना पैर स्लिप होता है। हाँ हाँ जी, उसका शूज भी वैसे है. हाँ, वैसे। हम एक्चुअली डलहौसी से आ रहे हैं. जी। हाँ हाँ उधर एक बार गिर गई है. എടാ ഇവിടെ പിടിക്കടാ. അത് അങ്കിൾ ഹെൽപ്പ് ചെയ്യും. അങ്കിൾ ഹെൽപ്പ്. അയ്യോടാ പാവം അവര് ഇറങ്ങാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. എടുത്തോന്നാ പറയുന്നത്. അയ്യോടാ പാവം. ആ ഹനീൻ്റെ ये हिमाचल है ना, ये पंजाब है। पंजाब हो गया. ओके ओके. पंजाब डिस्ट्रिक्ट। Mummy, ഇത് വിടാ. ഇത്രയുണ്ട് പോക്കറ്റിലിച്ചു. ഹനി അതാ ഒരു പശു പാല് കുടിക്കുന്നുണ്ടോ നീ? ഇത് നോക്ക്. ഇതുവഴി ഞാൻ തന്നു. ഹനി അതെടുത്തമ്മ താഴെ വീണത്. ആ ഞാനിതുവഴി വന്നത്. ഏതുവരി? ഇതുവഴി. എന്താ പാലക്ക്. ഇതൊക്കെ ഇവരെ കൃഷി സ്ഥലമാണ്. നടന്നു. ये टाइल फैक्ट्री है या नया घर बना रहे हैं क्या? घर बना रहे हैं ना नया। ओके हाँ 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 ठीक है. താങ്ക് യു. പുതിയ വീടുണ്ടാക്കുന്ന ടൈല്. ആടില്ല, ആടൊരു കുഞ്ഞു ഹട്ട് പോലെ ഉണ്ടല്ലോ. ആ അതവർ തൽക്കാലത്തെ ഷെഡായിരിക്കും വീട്. ചലോ കയറിക്കോ. സൂക്ഷിച്ച് കയറ്. കയറുമ. ഒരു വൈറ്റ് കവറില്ല അതിനകത്തിട്ടോ. അങ്ങനെ അദ്ദേഹം തന്ന കേമ്പും ലെമണും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ പത്താൻകോട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു നല്ല മനുഷ്യന്മാരല്ലേ. അപ്പോൾ ഞാനത് കുറേ ഹിമാചലിലൊക്കെ ഇമ്മരം കണ്ടായിരുന്നു. അപ്പോൾ ഓറഞ്ചാണെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓറഞ്ച് ട്രീ ഇതുവരെയും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് റോഡ് സൈഡിൽ താഴോട്ട് ഇറങ്ങിയ ഒരു സ്ഥലത്ത് കണ്ടപ്പം കാണാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഒരു പരിചയവും ഇല്ലാത്ത എവിടുന്നോ വന്ന 2-3 ആൾക്കാർ. അദ്ദേഹം ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ എന്നിട്ടും ഞാൻ ഒരെണ്ണം ചോദിച്ചു പോലില്ല. അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറിച്ചോളാൻ. അപ്പോൾ എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോഴാണ് അത് ഇങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് പറഞ്ഞത്. അയ്യോ ഒരു പൈസയും തരണ്ട, എത്ര വേണമെന്ന് വിചാരിച്ചാലും പറിച്ചോന്നും പറഞ്ഞിട്ട് അദ്ദേഹം കൂടെ വന്ന് അത് മുഴുവൻ പറിച്ച് തന്നു, എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ മൂത്തിനടുത്ത് അവർ കാര്യമായിട്ട് സംസാരിച്ചു. ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ കുറേ നിർബന്ധിച്ചു കേട്ടോ. അപ്പോൾ അത് ഗ്രാമീണരൊക്കെ എന്ത് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അല്ലെങ്കിലും ഈ നോർത്ത് ഇന്ത്യൻസിന് സ്നേഹം കുറച്ച് നല്ല സ്നേഹം ഉള്ള ആൾക്കാരാണെന്നാണ് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അത്രയും മോശക്കാരായ ആൾക്കാരൊക്കെ വളരെ അപൂർവം തന്നെ പറയണം. അപ്പം ഞങ്ങളിതൊക്കെ തിരിച്ച് അമ്പാലെ കൊണ്ടുപോയി അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതും ഒരു സന്തോഷമായി. എന്തായാലും ഇനി നമുക്ക് മിനി ഗോവയിലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.